على من لا نبي بعد. സഹീഹ് തർഗീബ് വത്തർഹീബിൽ കിതാബ് സദഖാത്തിലെ الترغيب في أداء الزكاة وتأكيد وجوبها സകാത്ത് നൽകുന്നതിൻ്റെ പ്രാധാന്യവും അതുപോലെ തന്നെ നിർബന്ധമാണെന്നെല്ലാം അറിയിക്കുന്ന ഹദീസുകളിൽ അടുത്തത് وعن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم قال عائشة رضي الله عنها ഉദ്ധരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ثلاث أحلف عليهن മൂന്ന് കാര്യങ്ങൾ ആ മൂന്ന് കാര്യങ്ങളുടെ മേൽ ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ലാ യജ്അലുല്ലാഹു മൻ ലഹു സഹ്മുൻ ഫിൽ ഇസ്ലാം കമൻ ലാ സഹ്മ ലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൽ നിന്ന് ഒരു ഓഹരിയുള്ളവനെ ഒരു ഓഹരി ഇല്ലാത്തവനെ പോലെ ആക്കുകയില്ല എന്നുള്ളത്. അഥവാ മൂന്ന് കാര്യങ്ങൾ ഇസ്ലാമിൽ ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഓഹരികളിൽ സഹ്മുകളിൽ പെട്ടതാണ്. അതുള്ളവനെ ഒരിക്കലും അല്ലാഹു തആല അതില്ലാത്തവനെ പോലെ ആക്കുകയില്ല എന്ന് പറഞ്ഞു. വാസ്ഹമുൽ ഇസ്ലാമി സലാസത്തുൻ എന്നിട്ട് പറഞ്ഞു ഇസ്ലാമിൻ്റെ ഓഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അസ്സലാത്തു വസ്സൗമു വസ്സകാത്തു. ഒന്ന് നിസ്കാരം, ഫർളായ 5 വക്ത് നിസ്കാരവും അതിനപ്പുറത്തുള്ള ഐച്ഛികമായ നിസ്കാരങ്ങളെല്ലാം. 2 വസ്സൗമു നോമ്പ്, റമളാനിലെ നിർബന്ധമായ നോമ്പും അതല്ലാതെയുള്ള ഐച്ഛികമായ നോമ്പുകൾ. സക്കാത്ത്, സക്കാത്ത് ഒരു മനുഷ്യൻ്റെ മേൽ അതിന് സക്കാത്ത് നൽകാൻ അർഹനാണെങ്കിൽ അത് നിർബന്ധമായിട്ടുള്ള സക്കാത്തും അതുപോലെ തന്നെ അല്ലാതെയുള്ള സദഖകളും. വലാ യതവല്ലല്ലാഹു അബ്ദൻ ഫിദ് ദുനിയ ഫയുവല്ലിഹി ഗൈറഹു യൗമൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ച് ഒരാൾക്ക് സംരക്ഷണം നൽകുകയും വലായത്ത് നൽകുകയും ചെയ്ത് പരലോകത്ത് അവനെ കൈവിടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല, വേറൊരാളെ ഏൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഈ ഹദീസിൽ 3 കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ ഇബാദാത്തുകളിൽ ഉമ്മഹാത്തുൽ ഇബാദാത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ അസ്സലാ വസ്സൗം വസ്സക്കാത്ത്. ഇതിൽ പിന്നെ ഹജ്ജിനെ പറ്റി പരാമർശിക്കാത്തത് നമുക്കറിയാം. ഹജ്ജ് പൊതുവായി എല്ലാവരുടെ മേലെയും വരുന്നൊരു കാര്യമല്ല. അതിന് സമ്പത്തും വേണം, ആരോഗ്യം വേണം, അതല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലാണ് ഹജ്ജ് ഒരാളുടെ മേലെ നിർബന്ധമാകുന്നത്. അപ്പോൾ അതല്ലാതെ പൊതുവെ ആളുകൾക്കിടയിൽ ഇബാദാത്തുകളിൽ അവർക്ക് നിർബന്ധമായി മുഴുകുന്ന അധിക ആളുകളുടെ മേലെ ഉണ്ടാകുന്നത് ഈ 3 കാര്യങ്ങളാണ്, അസ്സലാത്തു വസ്സൗം വസ്സകാത്ത് എന്നുള്ളത്. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. وعن حذيفة رضي الله عنه عن النبي صلى الله عليه وسلم قال ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഇസ്ലാമു 8 അസ്ഹുമിൻ. ഇസ്ലാം എന്നുള്ളത് 8 ഓഹരികളുണ്ട്. അല്ലെങ്കിൽ ഇസ്ലാമിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട അവൻ ശ്രദ്ധിക്കേണ്ട 8 കാര്യങ്ങളുണ്ട്. അൽ ഇസ്ലാമു സഹ്മുൻ, അതിലൊന്നാമത്തേത് ഇസ്ലാം തന്നെയാണ്. അഥവാ ഒരാൾ യഥാർത്ഥ മുസ്ലിം ആവുക, ഷഹാദത്ത് യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ട് തൗഹീദുള്ള ഒരു മുസ്ലിം ആവുക. 2 വസ്സലാത്തു സഹ്മുൻ, നിസ്കാരം അതൊരു ഓഹരിയാണ്. അതൊരു മുസ്ലിമിന് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട, ഇസ്ലാമിൽ ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. 3-ാമത്തേത് വസ്സകാത്തു സഹ്മുൻ, സക്കാത്ത് എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളത് ആ സക്കാത്ത് നൽകുക, അതല്ലാതെ ഐച്ഛികമായിട്ട് നൽകുക എന്നുള്ളത് നിർബന്ധം ഉണ്ടായിരിക്കേണ്ടതാണ് സക്കാത്ത് നൽകുക. വസ്സൗമു സഹ്മുൻ, നോമ്പ് എന്നുള്ളത് അവനുണ്ടായിരിക്കേണ്ട ഒരു ഓഹരിയാണ്, ഒരു ഭാഗമാണ്. വഹജ്ജുൽ ബൈത്തി സഹ്മുൻ, കഴിവുള്ളവർ ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളതും ഒരു ഓഹരിയിൽപ്പെട്ടതാണ്. വൽഅംറു ബിൽ മഅറൂഫി സഹ്മുൻ, അതുപോലെ തന്നെ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് നന്മ കൽപ്പിക്കുക എന്നുള്ളത്. അത് ഒരു മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ടതാണ്. വന്നഹ്യു അനിൽ മുൻകരി സഹ്മുൻ, അതുപോലെ തന്നെ തെറ്റിനെ വിരോധിക്കുക എന്നുള്ളതും അവന് ഇസ്ലാമിലാകുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ഓഹരിയാണ്. അഥവാ അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്യേണ്ട കാര്യമാണ്. വൽ ജിഹാദു ഫീ സബീലില്ലാഹി സഹ്മുൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക എന്നുള്ളത് അതിനുള്ള സാഹചര്യവും സന്ദർഭവും എല്ലാം ഉണ്ടെങ്കിൽ അത് ഇസ്ലാമിൽ ഒരാൾ നേടിയെടുക്കേണ്ട ഓഹരിയാണ്. വഖദ് ഖാബ മൻ ലാ സഹ്മ ലഹു, ഈ ഓഹരിയിൽ ഒന്നുമില്ലാത്തവന്, ഈ ഓഹരി നേടാത്തവൻ അവൻ നശിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. നമുക്ക് അറിയപ്പെട്ട കാര്യമാണ്, ഇസ്ലാമിൽ ഒരു മുസ്ലിം ചെയ്യേണ്ട അവൻ്റെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ് 8 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഈ ബാബിൽ അത് കൊടുക്കാനുള്ള കാരണം സക്കാത്ത് ഇസ്ലാമിൽ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നറിയിക്കാനാണ്. وعن جابر رضي الله عنه قال قال رجل, ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ അദ്ദ الرجل زكاة ماله. അല്ലാഹുവിൻ്റെ റസൂലേ, ഒരു വ്യക്തി ഇൻ അദ്ദ الرجل زكاة ماله, അവൻ്റെ സമ്പത്തിൻ്റെ സക്കാത്ത്, അവൻ്റെ നസീബും ഹൗലും എല്ലാം
പിന്നെ തികഞ്ഞു കഴിഞ്ഞാൽ സക്കാത്ത് നിർവഹിക്കുന്നവന് ഒരു വ്യക്തിയുണ്ട്, അവനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അഭിപ്രായം ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അദ്ദാ സകാത്ത മാലിഹി ഫഖദ് ദഹബ അൻഹു ശർറുഹു, ആരാണോ സമ്പത്തിന്റെ സക്കാത്ത് കൃത്യമായി നൽകുന്നത് അവൻ അതിന്റെ ഷെറിൽ നിന്ന് ഒഴിവാണ് എന്ന് എനിക്ക് പറഞ്ഞു. അതായത് സക്കാത്ത് എന്നുള്ള വാക്ക് തന്നെ ശുദ്ധീകരണം എന്നുള്ള അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതായത് അവന്റെ സമ്പത്ത്, അവൻ സമ്പാദിക്കുന്ന അവന്റെ സമ്പത്തിനെ അതിൻ്റെ കുറവുകളിൽ നിന്ന്, അതിൻ്റെ മറ്റുള്ള ദോഷങ്ങളിൽ നിന്നൊക്കെ ശുദ്ധീകരിച്ച് ഏറ്റവും പരിശുദ്ധമാക്കി നൽകുന്ന ഒരു കാര്യമാണ് സക്കാത്ത് എന്നുള്ളത്. അത് ഒരു മുസ്ലിം നിർബന്ധമായും അവൻ അതിന് അർഹനാണ്. സക്കാത്ത് നൽകാനുള്ള നിബന്ധനകളൊക്കെ പാലിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് എങ്കിൽ അവൻ നിർബന്ധമായും നൽകേണ്ടതാണ്. മറ്റൊരു വായത്തിൽ ഇത് അദ്ദൈത സക്കാത്ത മാലിക് ഫഖദ് അദ്ഹബ്ത അൻക ശർറഹു, അതേ ഉപയോഗത്തിൽ തന്നെ വന്നിട്ടുണ്ട്. മറ്റൊരു ഹദീസ്, വഅനിൽ ഹസൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാവൂ മർദാകും ബിസ്സദഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ദാവൂ മർദാകും ബിസ്സദഖ, നിങ്ങളുടെ രോഗികളെ നിങ്ങൾ സദഖ കൊണ്ട് ചികിത്സിക്കുക എന്നുള്ളത്. ഈ ഹദീസിനെ ഉലമാക്കൾ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത് കാണാം, രോഗത്തെ ചികിത്സിക്കുന്നതിൽ ഒരു സബബാണ് സദഖ എന്നുള്ളത്. കാരണം ദാനധർമ്മം നൽകുക, അഥവാ രോഗത്തിന് ശിഫയാകാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയിൽ സദഖ നൽകുക എന്നുള്ളത് രോഗം ശിഫയാകാനുള്ള ഒരു കാരണമായി തീരും എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. പല സലഫുകളിലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ 6-7 വർഷമായിട്ട് മാറാത്ത രോഗങ്ങൾ ചില പണ്ഡിതന്മാരുടെ അടുക്കൽ ചോദിച്ചപ്പോൾ അവർ ഈ ഹദീസ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, ഇതിൻ്റെ അമലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ സദഖ നൽകിക്കൊണ്ട് രോഗം ശിഫയായ സംഭവങ്ങൾ കാണാം. മുൻഗാമികളിലും ആധുനികരിലും ഉണ്ടായ അനുഭവങ്ങളെ ക്രോഡീകരിച്ച് ചില ആളുകൾ ചില ചെറിയ ചെറിയ റിസാലുകൾ എഴുതിയത് കണ്ടിട്ടുണ്ട്. ഈ ഒരു സദഖ കൊണ്ട് രോഗം ശിഫയായ അനുഭവങ്ങൾ എന്നുള്ളത്. അതായത് രോഗം വരുമ്പോൾ ആ രോഗത്തിന് ശിഫയായിക്കൊണ്ട് അല്ലെങ്കിൽ അത് ഉദ്ദേശിച്ചുകൊണ്ട് സദഖ നൽകുക എന്നുള്ളത് ആ രോഗം ശിഫയാകാനുള്ള ഒരു കാരണമായി ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സദഖക്ക് ധാരാളം ഫضലുകളുണ്ട്. അതിൽ സക്കാത്ത് എന്നത് നിർബന്ധമായിട്ടുള്ളതാണ്, അല്ലാതെയും സദഖകൾ ധാരാളം ഫضലുകൾ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ കിതാബിൽ, ഈ ബാബുകളിൽ ഇനി അത് വരുന്നതാണ്. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.